ഈ ഞങ്ങളെ ഏറ്റവും ഗൗരവമായി ബാധിക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യുന്ന സമയമാണ് ഈ സുപ്രീം കോടതിയുടെ ഓഗസ്റ്റ് 1 ഉണ്ടായിട്ടുള്ള ഈ മേൽത്തട്ട് പരിധി ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രസ്താവം. നമുക്കറിയാം, ജാതി കേന്ദ്രീകൃതമായ ഭൂവുടമസ്ഥതയും അധികാരവും നിർണ്ണയിച്ചിരുന്ന ഒരു പൂർവ്വകാലം നമുക്കുണ്ടായിരുന്നു. ആ ഫ്യൂഡൽ വ്യവസ്ഥ നമ്മൾ മറക്കാറായിട്ടില്ല. അങ്ങനെ പുറന്തള്ളപ്പെട്ട ഒരു സമൂഹത്തെ അധികാര പങ്കാളിത്തവും അതുപോലെ തന്നെ നീതിയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആശയമാണ്, സിദ്ധാന്തമാണ് സംവരണം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അതിൻ്റെ യഥാർത്ഥ അളവിലും അർത്ഥത്തിലും അത് കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ച് ആശങ്കാജനകമാണ് ആ വിധി പ്രസ്താവം. അതുപോലെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ 7 അംഗ ബെഞ്ചിൻ്റെ ഭൂരിപക്ഷ വിധി അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ ചുമതല നൽകിയിട്ടുള്ളത്. അതിലൊരു പ്രത്യേകമായ പരാമർശങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ സവിശേഷ സാഹചര്യങ്ങൾ പരിഗണിച്ചു. 2, രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാതെയും ഇത് നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാതെയും സംസ്ഥാനത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടുമാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ഈ വിഭാഗങ്ങളുടെ യഥാർത്ഥ സ്ഥിതിവിവര കണക്കുകൾ പുറത്തു വരേണ്ടുന്ന സാമൂഹിക സാമ്പത്തിക പ്രാതിനിധ്യത്തെ സംബന്ധിക്കുന്ന സമഗ്രമായ വിവരങ്ങൾ പുറത്തു വരേണ്ടുന്ന ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ള ഈ വിഭാഗങ്ങളുടെ ആവശ്യത്തെ നിരാകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് അതിന് മുതിരില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മുതിർന്നാൽ അതിനെ എതിർക്കും എന്ന അഭിപ്രായമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. മറ്റൊന്ന്, ഞങ്ങളുടെ മുൻപിലുള്ള മറ്റൊരു കാര്യം, ഇതിനെ നിയമപരമായി ഒരു പുനഃപരിശോധന ഹർജിയുടെ സാധ്യതകൾ കൂടി തേടേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ പരമോന്നത സമിതിയായിട്ടുള്ള ജനറൽ കൗൺസിൽ ഈ മാസം 24-ാം തീയതി കൊല്ലത്ത് ചേരുകയാണ്. അപ്പോൾ ആ 24-ാം തീയതി അത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ പരിശോധിക്കും. അതിൻ്റെ ഒരു സാധ്യത കൂടി ആരായി ഞങ്ങൾ. അതാണ് ഇന്ന് പ്രധാനമായിട്ടും ഈ മേൽത്തട്ട് പരിധിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു അഭിപ്രായം ആ കാര്യത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തും. അതിലിപ്പോൾ വിധി പ്രസ്താവം വന്നിട്ടല്ലേ ഉള്ളൂ. അതിലിപ്പോൾ ബേല എം ത്രിവേദി ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പട്ടിക വിഭാഗങ്ങൾ ജാതി വിഭാഗങ്ങളാണെന്നും അതിനകത്ത് ഉപവർഗീകരണം പാടില്ല എന്നും പറയുന്നുണ്ട്. ഈ പട്ടിക വിഭാഗങ്ങളിലെ ജാതികളെ സംബന്ധിച്ച് അവരുടെ സംസ്കാരം, കുലത്തൊഴിൽ, അവരുടെ ജീവിത രീതി, സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് സംസ്ഥാന സർക്കാരുകളുടെ ശുപാർശയെ തുടർന്നിട്ടാണ് രാഷ്ട്രപതി നോട്ടിഫൈ ചെയ്യുന്ന ലിസ്റ്റിലേക്ക്. അപ്പോൾ പിന്നീട് ഇങ്ങനെ ഒരു പരിശോധന പാടില്ല എന്ന് ജസ്റ്റിസ് എം ബേല പറഞ്ഞുവെങ്കിലും ഭൂരിപക്ഷ വിധിയിൽ ഇത് വരികയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ശുപാർശ ചെയ്യുന്ന സർക്കാരുകൾക്ക് വസ്തുതകൾ പരിശോധിക്കാതെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാതെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പരിഗണിച്ചിട്ടാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പട്ടിക വിഭാഗങ്ങളുടെ മേൽത്തട്ട് പരിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് സമയമായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷമായ സാഹചര്യം പരിഗണിച്ച് ഗവൺമെൻറ് അതിന് ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചെറുക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.